സാമൂഹ്യ പ്രവർത്തക കൂടിയായ അഡ്വക്കേറ്റ് ടി ബി മിനി നമുക്കൊപ്പം ചേരുന്നു. ഇതൊരു അഭിഭാഷകക്കെതിരെയാണ് ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. അതൊരു സീനിയർ അഭിഭാഷകൻ. തലസ്ഥാനത്ത് 2 ദിവസമായിട്ടും പോലീസിന് ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളയാളാണ് എന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇയാൾ രക്ഷപ്പെടുന്നത് എന്ന് കരുതുന്നുണ്ടോ? കേരള പോലീസിനെ ശരിക്കും പറഞ്ഞാൽ നാണക്കേടായിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നത്. കേരള പോലീസിന് നല്ല കഴിവുള്ള ഇന്റഗ്രിറ്റി ഉള്ള ഒരു വിഭാഗമാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായ അന്ന് അവിടുത്തെ ബാർ അസോസിയേഷന്റെ ഭാഗത്തു നിന്നും വക്കീൽ ഓഫീസിൽ നിന്നും ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുന്നു. നമ്മൾക്ക് നേരിട്ട് അറിവില്ല. പക്ഷെ അങ്ങനെ ഈ കുട്ടിയാണ് ആരോപണം ഉന്നയിച്ചത്, ഈ ജൂനിയർ അഭിഭാഷക. അപ്പൊ അതിനെ ഇന്നലെ അതിന്റെ സെക്രട്ടറി ഖണ്ഡിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിച്ചതല്ല, പോലീസ് അവിടെ ഉണ്ടായിരുന്നു, പോലീസ് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്ന് പറയുക. അപ്പൊ പോലീസിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഇപ്പോൾ ഇത്ര എല്ലാ അസോസിയേഷനുകളും ഇതിനെതിരായിട്ടുള്ള പരിപാടികൾ നടത്തി കഴിഞ്ഞു. എല്ലാ സംഘടനകളും അഭിഭാഷകരുടെ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. സെയിം അസോസിയേഷനും പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ഈ പ്രതിയെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ഞങ്ങൾക്കത് ജൂനിയർ അഭിഭാഷകരുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ സന്ദർഭത്തിലും കേരള പോലീസിന് ഇദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നും, ഇദ്ദേഹം നേരത്തെ എയർഫോഴ്സിൽ ഉണ്ടായതുകൊണ്ട് എയർഫോഴ്സിലോ നേവിയിലോ ഏതോ ഒരു അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥരായിരുന്നു എന്നതുകൊണ്ട് ഇദ്ദേഹം കടലിനുള്ളിൽ പോയിട്ടുണ്ടാവും എന്നുള്ള എന്തോ ഒരു പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊക്കെ കേരള പോലീസിന് എന്തായാലും ഗുണകരമായിട്ടുള്ള കാര്യമല്ല, തെറ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് അടിയന്തരമായി അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കേരള പോലീസ് ഉത്തരവാദിത്തപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ടി ബി മിനി, ഇത് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടില്ല. അതൊരു വശത്ത് ഈ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ മറുവശത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ബാർ അസോസിയേഷൻ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അങ്ങനെ പോലീസിനെ പോലും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ നടക്കുന്നു. അങ്ങനെ കൂടി മനസ്സിലാക്കണോ? അതായത് ഇന്നലെ ബാർ അസോസിയേഷൻ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനും മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരികയുണ്ടായി. അപ്പൊ അതൊരു ഡിഫൻസ് ആയിട്ട് എടുത്തിട്ട് ആന്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ. ആന്റിസിപ്പേറ്ററി ചിലപ്പോൾ കിട്ടണമെന്നില്ല, കാരണം ഇത് ബെയിലബിൾ ഒഫൻസ് ആണോ ഇടുന്നത് എന്നല്ല, അടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഈ നിമിഷം വരെ ഒരു കോടതിയിൽ നിന്നും ഒരു സ്റ്റേ ഇല്ല, ഒരു കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല, അദ്ദേഹം എവിടെയെങ്കിലും ഏതെങ്കിലും കോടതിയിൽ ഹാജരായത് അറിയാൻ പാടില്ല. അപ്പൊ കേരള പോലീസിന്റെ ഇപ്പൊ വ്യവസായ മന്ത്രിയാണ് പറഞ്ഞത്, നിയമമന്ത്രിയുമാണ് പറഞ്ഞത്, അദ്ദേഹം ആ കുട്ടിയോടൊപ്പം ഇരുന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. കാരണം ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഒരു സീനിയറും ജൂനിയറും തമ്മിലുള്ള വിഷയമല്ലേ എന്നൊക്കെ കരുതിയ ആളുകൾ ഇരുന്നെങ്കിലും ഈ ചിത്രം ഇന്നലെ വലിയ രീതിയിൽ മാറുകയും ജൂനിയർ അഭിഭാഷകരായാലും ഒരു സ്ത്രീയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് പറയുന്ന വിഷയത്തിൽ മൊത്തം വക്കീലന്മാരെതിരായി മാറിയിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. ഇയാളെ അഡ്വക്കേറ്റ് ബേലിൻദാസിനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപുള്ള ചരിത്രം എന്ന് പറയുന്നതും എവിടെയെല്ലാം ഏതെങ്കിലും സ്ത്രീകൾക്കെതിരെ മോശമായിട്ട് പറയാൻ പറ്റുമോ അങ്ങനെയെല്ലാം പറയുകയും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത ചരിത്രമൊക്കെയാണ് കാണുന്നത്. അത് ഹണി റോസ് വിഷയം തൊട്ട് ഇങ്ങോട്ട് അത് ആൾക്കാർ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അത്തരത്തിൽ ഒരു സ്ത്രീ വിരുദ്ധത കൃത്യമായി പ്രൂവ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ബേലിൻദാസ്. അങ്ങനെ കൂടി കണക്കാക്കുന്നുണ്ടോ താങ്കൾ ഉൾപ്പെടെയുള്ള അഭിഭാഷക സമൂഹം? അതിന്റെ ഹിസ്റ്ററി ഒന്നും എനിക്കറിയില്ല, ഞാൻ ആ ഹിസ്റ്ററിയിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ ഇൻസിഡന്റ് ഒരു തരത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഞങ്ങൾ അഭിഭാഷക സമൂഹത്തിനെ സംബന്ധിച്ച് ക്ഷമിക്കാൻ കഴിയുന്നതല്ല. ഒരു സീനിയർ എന്നോ ജൂനിയർ എന്നുള്ള വിഷയമല്ല, ഒരേ കമ്മ്യൂണിറ്റിയിലെ 2 വ്യക്തികൾ എന്ന നിലയിൽ വരുമ്പോൾ അതിൽ ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടിക്ക് തന്നെയാണ് നീതി കിട്ടേണ്ടത്. അതിൽ സീനിയർ ആയിട്ടുള്ള ആൾ, അതായത് എത്ര വലിയ ആളായാലും എത്ര സ്ത്രീ വിദ്വേഷിയാണെന്ന് പറഞ്ഞാലും
നമ്മളെ സംബന്ധിച്ച് അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സർക്കാരിനാണ്. സർക്കാർ അത് പാലിക്കണം. അത് അടിയന്തരമായി ചെയ്യുകയും വേണം. അതാണ് നമ്മൾക്ക് പറയാനുള്ളത്. മറ്റൊന്നും അക്കാര്യത്തിൽ പറയേണ്ടതില്ല, പറയേണ്ട ആവശ്യമില്ല. ആള് ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, അയാള് എത്ര ഉന്നതനായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. റൈറ്റ്. അഡ്വക്കേറ്റ് TP മിനിയാണ് പ്രതികരിച്ചത്. ഏതായാലും അഡ്വക്കേറ്റ് ബബിലയും നമുക്കൊപ്പം ചേരുന്നു. ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് അത് പോലീസിന്റെ വീഴ്ചയാണെന്ന് പറഞ്ഞാലും ബാർ അസോസിയേഷന്റെയൊക്കെ ഒരു നിലപാട് ഇതിനകത്തുണ്ട്. ബാർ അസോസിയേഷൻ സെക്രട്ടറി ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിയെ സംരക്ഷിക്കുന്നത് തന്നെ ഇതിനകത്തുള്ളവരാണ്. പോലീസിനെ രണ്ടാമത് കുറ്റം പറഞ്ഞാൽ മതിയല്ലോ സ്വാഭാവികമായിട്ടും. ഇതേത് തരത്തിലേക്ക് മുന്നോട്ട് പോകും? എങ്ങനെ അഡ്വക്കേറ്റ് ഷാമിലിക്ക് നീതി കിട്ടുമെന്ന് കരുതുന്നു? ബാർ അസോസിയേഷന്റെ അകത്തുള്ളവർ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ്സ് തന്നെയല്ലേ? ഒരു നല്ല കംപ്ലൈന്റ് ഫ്രെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിനാണ് അതിന്റെ ഏറ്റവും കൂടുതലുള്ള ഉത്തരവാദിത്തം ഉള്ളത്. കംപ്ലൈന്റ് നല്ലതാണ്, കംപ്ലൈന്റ് നല്ലവണ്ണം ഫ്രെയിം ചെയ്തു, കംപ്ലൈന്റ് ഡ്രാഫ്റ്റ് ചെയ്തത് നല്ലവണ്ണമാണ് എങ്കിൽ പോലീസ് അതിൽ FIR ഇടാത്തത് എന്തുകൊണ്ടാന്നുള്ള പോലീസാണല്ലോ പറയേണ്ടത്. അഡ്വക്കേറ്റ്സിന്റെ എന്ത് ചെയ്യാനാ? ബാർ അസോസിയേഷൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് പിടിക്കില്ല എന്നുള്ള, അല്ലെ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ആരാണ് പറയുന്നത്? അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അല്ല, അത് ഷാമിലിയുടെ ഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണ് തടഞ്ഞത് ഈ വിഷയത്തിനകത്ത്. ഈ അറസ്റ്റ് ഓഫീസിനകത്ത് അറസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണ്. ഓഫീസിനകത്ത് അറസ്റ്റ് വേണ്ട എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലാതെ അറസ്റ്റ് ഉണ്ടാവരുത് നേരത്തിക്കില്ലല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. ഇതുവരെ അറസ്റ്റ് ഉണ്ടാകാത്തതിന് അഡ്വക്കേറ്റ്സ് ആണോ കാരണം എന്നുള്ളത് മാത്രമാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നത്. ഈ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ഈ തലസ്ഥാന നഗരിയാണ്. ഒളിവിൽ 2 ദിവസമായിട്ടില്ല, അതും അസോസിയേഷൻ സെക്രട്ടറി ആണെന്നൊക്കെ ആയിരുന്നു ഷാമിലി പറഞ്ഞത്. അങ്ങനെയല്ല എന്നാണോ? അല്ല, ഈ പറയുന്നത് പോലെ അഡ്വക്കേറ്റ്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ട്, അഡ്വക്കേറ്റ്സിന്റെ അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ കൂടെ ഉണ്ടാവും എന്നുള്ളത്. ഇതിപ്പോ 2 അഡ്വക്കേറ്റ്സിനല്ലേ പറ്റിയത്. അപ്പം എന്തായാലും അസോസിയേഷൻ എങ്ങനെ അങ്ങനെ നിൽക്കാൻ പറ്റുക? അഥവാ സെക്രട്ടറി ആണെന്നുള്ള അത് ബ്ലെയിമിങ് മാത്രമായിരിക്കണ്ടേ? അത് ഈ പറയുന്ന പോലെ ഇങ്ങനെയൊരു കാര്യം വന്നപ്പോഴല്ലേ ആ ഒരു ടൈമിംഗ് വെച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവേണ്ടത്. അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അറിഞ്ഞിട്ടുമില്ല, കാര്യങ്ങളുമില്ല. എനിക്കറിയാൻ പറ്റിയത് ഈ പറയുന്ന പോലെ മെഡിക്കൽ MLC ആയിട്ടുണ്ട് സാധനം, മെഡിക്കൽ ലീഗൽ കേസ് ആയിട്ടുണ്ട്. ആ മെഡിക്കൽ ലീഗൽ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എപ്പോഴായാലും അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ് വിചാരിക്കേണ്ടത്. ഓക്കെ, ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കാണ് ഫുൾ ചാർജ് വരുന്ന FIR ഇട്ട് കഴിഞ്ഞാല്. അപ്പൊ IOനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SHOക്ക് പോലും അല്ലെങ്കിൽ കോടതിക്ക് പോലും അതിന്റെ മുകളിൽ യാതൊരു അധികാരവും ഇല്ലാന്ന് ആണ് റൂള് പറയുന്നത്. അപ്പം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള ആൾക്കാര് ചെയ്യാന്നുള്ളതല്ലേ, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലേ അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. അപ്പൊ അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കണം ഇപ്പൊ അറസ്റ്റ് നടക്കാത്തത് ഉണ്ടാവുക. അറസ്റ്റ് നടക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് പോലെയുള്ള കംപ്ലൈന്റുകൾ നടത്തിയിട്ട് കോടതിക്ക് നേരിട്ടിട്ട് ഈ പറയുന്ന പോലെ മൊഴി കൊടുത്തിട്ട് നേരിട്ടിട്ട് കോടതിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാവല്ലോ. ഒത്തിരി മാർഗങ്ങളുണ്ടല്ലോ. ഈ മാർഗങ്ങൾ എടുക്കുന്നില്ല എന്നാണോ? അതുകൊണ്ടായിരിക്കില്ലേ ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ട് പുറകെ നടക്കുക എന്നുള്ളതിനേക്കാളും ഈ പറയുന്ന പോലെ ടൈം കളയാതെ തന്നെ വേറെ മാർഗങ്ങൾ എടുക്കാൻ പറ്റില്ലേ? അഥവാ ഇതിൽ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അല്ല, അങ്ങനെ എടുക്കാത്തതിന് കാരണം എന്താണ് എന്ന് കൂടിയാണ്. നേരത്തെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടായല്ലോ, മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ചിട്ടായിരിക്കും ഇതിലെ അറസ്റ്റ് ഒക്കെ നടക്കുന്നത്. ആ മെഡിക്കൽ റിപ്പോർട്ട് അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമല്ല, വീക്കാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. കാരണം ഞാൻ കാണുന്ന ഫോട്ടോയിൽ വെച്ചിട്ട് അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല. പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് ഇപ്പത്തെ അറസ്റ്റ് നടക്കാത്തത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ഈ പറയുന്ന പോലെ FIR ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SHO ആണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിട്ട് വരുന്നുണ്ട് എന്ന് വെച്ചാല് SI റാങ്കിലുള്ള ഒരാളോ DYSP റാങ്കിലുള്ള ഒരാളോ ആണല്ലോ വേണ്ടത്. അപ്പൊ ഈ പറയുന്ന റാങ്കിലുള്ള ആൾക്കാർ വന്നിട്ട് ആയിട്ട് അവര് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. അല്ല, അത് പോലീസിനെ പഴി പറയാൻ എളുപ്പം, പക്ഷേ ഇതിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇപ്പോൾ നീ പറഞ്ഞ പോലെ ബാർ അസോസിയേഷൻ സെക്രട്ടറി തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബെയിലിൻ ദാസിന്റെ ഇടപെടലൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാധീനമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള സ്വാധീനമൊക്കെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തിട്ട് നേരിട്ടിട്ട് സമയം കളയണ്ട, നേരിട്ടിട്ട് തന്നെ കോടതിയിൽ എന്താ പറയാ അവര്
കംപ്ലൈന്റ് കൊടുത്തിട്ട് അവിടെ മൊഴി കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉം. വേറെ വേറെ മാർഗങ്ങൾ സ്വീകരിക്കാന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. എന്തായാലും ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് വേണം എന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെ? അറസ്റ്റ് ഉണ്ടാകണം. അല്ല, ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അഡ്വക്കേറ്റ്സ് ആണ്, അത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്, അങ്ങനെയൊന്നും മാറ്റി നിർത്തണം എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കാണോ അനീതി സംഭവിച്ചിട്ടുള്ളത് അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും നിൽക്കേണ്ടത്. അല്ല, താങ്കൾ അഭിഭാഷക സമൂഹത്തിന്റെ ഭാഗത്തു നിന്നാണോ? ആർക്കാ നീതി എന്നുള്ളതിൽ അതിലൊരു ആശയക്കുഴപ്പമുണ്ടോ? അഡ്വക്കേറ്റ് ഷാമിലിക്കെതിരെയല്ലേ ഈ മർദ്ദനം ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്പെസിഫൈ ചെയ്ത് പറയണ്ടേ? രണ്ടു അഡ്വക്കേറ്റ്സ് അല്ലേ? അഭിഭാഷകൻ തന്നെയാണല്ലോ മർദ്ദിച്ചതും, വേറെ ആരും അല്ലല്ലോ മർദ്ദിച്ചത്. അല്ല, നീതി കിട്ടേണ്ടത് ഷാമിലിക്കല്ലേ? അതിൽ ആശയക്കുഴപ്പമുണ്ടോ? അതിൽ ആശയക്കുഴപ്പം ഈ പറയുന്ന പോലെ അടി കിട്ടിയത് അവർക്കാണെങ്കിൽ അവര് മാർഗങ്ങൾ ഉണ്ടല്ലേ, നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടല്ലേ, അതൊക്കെ സ്വീകരിച്ചിട്ട് ഫോളോ അപ്പ് എടുത്തിട്ട് നടക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും അതിൽ യാതൊരു ഇതുമില്ല. സീനിയർ ആണ് ജൂനിയർ ആണ് അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ അഡ്വക്കേറ്റ്സും എൻറോൾ ചെയ്തിട്ട് വരുന്ന ആരായാലും എൻറോൾമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെ അഡ്വക്കേറ്റ്സ് എന്നാ വിളിക്കുക. അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് സീനിയർ ജൂനിയർ എന്നും പറഞ്ഞ പദവി കൊടുക്കുന്നില്ല. പിന്നെ എക്സ്പീരിയൻസിന്റെ ഇതിലും അല്ല, അഡ്വക്കേറ്റ് ബബില, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലാത്തവർക്ക് നീതി കിട്ടട്ടെ എന്ന് പറയുന്നിടത്തും ഈ പേരെടുത്ത് നിങ്ങൾ പറയുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. അതിൽ എന്തെങ്കിലും ഒരു സംശയമുണ്ടോ? ഇതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊന്നും യാതൊന്നുമില്ല. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് ഭാഗവും അഡ്വക്കേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേർക്കും നിയമം അറിയുന്നത് കൊണ്ട് തന്നെ അവര് രണ്ടുപേരും തന്റേതായിട്ടുള്ള ഇതാണല്ലോ സ്വീകരിക്കുക. അപ്പം ഞാൻ പറയുന്നത് ആ കുട്ടിക്ക് അടി കിട്ടിയിട്ടുണ്ട്, ആ കുട്ടിക്ക് അനീതി സംഭവിച്ചിട്ടുണ്ട്, അവർക്ക് അറസ്റ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണെങ്കിൽ വീണ്ടും കോടതിയിൽ വീണ്ടും പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് പോകട്ടെ. എന്നിട്ട് കോടതിയിൽ കാര്യങ്ങൾ പറയട്ടെ, കോടതി കേൾക്കും. ഓക്കെ, റൈറ്റ്. അഡ്വക്കേറ്റ് ബബിലയാണ്, നന്ദി. അഡ്വക്കേറ്റ് ബബിലയാണ് പ്രതികരിച്ചത്. ഏതായാലും ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടുള്ള പ്രതിയെ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണ സംഘം എന്തുകൊണ്ട് അതിലൊരു വീഴ്ച കാണിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ ഒരു പരാമർശങ്ങളും ആ തരത്തിലുള്ള പരാതികളുമൊക്കെ പ്രതികരണങ്ങൾ ഉയർന്ന് കേൾക്കുന്നു.